നമസ്കാരം. ചെറുകഥകൾ മാത്രം എഴുതി മലയാള സാഹിത്യത്തിൻ്റെ തന്നെ കുലപതിയായ എഴുത്തുകാരനാണ് ടി പത്മനാഭൻ. അദ്ദേഹം നോവൽ എഴുതിയിട്ടില്ല, കവിത എഴുതിയിട്ടില്ല, സിനിമാ സംബന്ധമായ എഴുത്തിലേക്ക് കടന്നിട്ടില്ല, വലിയ പ്രാസംഗികനല്ല. ചെറുകഥകൾ മാത്രം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മേഖല. അങ്ങനെ മഹാസാഹിത്യകാരനായ അപൂർവമെന്നല്ല, അങ്ങനെ മഹാസാഹിത്യകാരനായ വേറൊരു എഴുത്തുകാരൻ മലയാളത്തിലില്ല. ടി പത്മനാഭൻ്റെ ആഘോഷിക്കപ്പെടുന്ന, കൊണ്ടാടപ്പെടുന്ന ഒരുപാട് ചെറുകഥകളുണ്ട്, ചെറുകഥാ സമാഹാരങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് കൃതിയാണ് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, പിന്നെ ഗൗരി, കടൽ, അങ്ങനെ ഒരുപാട് കൊണ്ടാടപ്പെടുന്ന കൃതികളുണ്ട്. എന്നാൽ ഇങ്ങനെ അധികം കൊണ്ടാടപ്പെടാത്ത, കഥാകാരൻ തന്നെ അധികം പരാമർശിക്കാത്ത ഒരു പുസ്തകത്തെ പറ്റിയാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ആ കൃതിയുടെ പേര്, കഥാസമാഹാരത്തിൻ്റെ പേര് കാലവർഷം. വളരെ ചെറിയ ഗ്രന്ഥമാണ്. 9 കഥകളുള്ള 98 പേജുള്ള ഒരു കഥാസമാഹാരമാണ്. ഈ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതവുമായി കൂട്ടിയിണക്കി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം അത്രമാത്രം എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ പുസ്തകമാണ് കാലവർഷം. 26 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2000 ആണ്ടിൽ ഒരു പെരുന്നാൾ വെക്കേഷൻ സമയത്ത് ഞാൻ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു. അന്ന് ഞാൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ തൊഴിലാളിയും കരാറുകാരനുമായി ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ പെരുന്നാൾ സന്ദർഭങ്ങളിൽ ഒരുപാട് ദിവസം കൺസ്ട്രക്ഷൻ മേഖല അടഞ്ഞു കിടക്കും. പെരുന്നാൾ, വിഷു, ഓണം ഒക്കെ. അപ്പോൾ ആ സമയം എന്ന് പറയുന്നത്, അന്ന് എനിക്ക് 20 വയസ്സാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഞാനൊരു ഏകാഗിയാണ്, അന്തർമുഖനാണ്, ഒരുപാട് അപകർഷതകൾ പേറുന്ന ആളാണ്. എൻ്റെ സമൂഹത്തിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന് എനിക്ക് നേരെ പരിഹാസങ്ങൾ വരുന്നുണ്ട്. ഞാൻ സാമാന്യം നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് കൂടി അതെല്ലാം ഇട്ടെറിഞ്ഞ് കൺസ്ട്രക്ഷൻ മേഖലയിലെ ജോലിക്കാരനായതിൽ സമൂഹത്തിൽ നിന്ന് അവമതിപ്പും പരിഹാസവുമുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ വളരെ മോശമായ ഒരു അന്തരാളഘട്ടം. എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല. ഈ വെള്ളത്തിൽ പൊങ്ങുതടി ഒഴുകി നടക്കുന്ന പോലെ അങ്ങ് പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ഒരു പ്രാർത്ഥന സജീവമായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു മഴ പെയ്തു. മഴക്കാലമല്ല, ആരും മഴ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ആ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും താൽക്കാലിക ഷെൽട്ടറുകൾ തേടി അടുത്തുള്ള പീടികകളുടെ വരാന്തയിലും ചായ്പുകളിലേക്കും കയറി. അപ്പോൾ ഞാൻ അബോധമായി മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ കയറി നിന്നത് ഒരു ബുക്ക് ഷോപ്പിലേക്കായിരുന്നു. ഞാൻ ബുക്ക് ഷോപ്പിലേക്ക് കയറിയപ്പോൾ ആ ബുക്ക് ഷോപ്പിൻ്റെ ഉടമ ഞാൻ പുസ്തകം വാങ്ങാനാണ് വന്നത് എന്ന് തെറ്റിദ്ധരിച്ച് എന്നെ വളരെ ഭവ്യതയോടുകൂടി സ്വീകരിച്ചു. ആ ബുക്ക് സ്റ്റാളിൻ്റെ പേര് ലൈറ്റ്നിങ് എന്നാണ്. അങ്ങനെ അദ്ദേഹം എന്നെ സ്വീകരിച്ച് പുതിയ പുസ്തകങ്ങളുടെ ഷെൽഫിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഇതൊക്കെ പുതിയ പുസ്തകങ്ങളാണ്, ഇതൊക്കെ ഈ അടുത്ത് വന്നതാണ്, ഇത് മാധവിക്കുട്ടിയുടെ പുസ്തകമാണ്, ഇത് MTയുടെ പുസ്തകമാണ്, ഇത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകമാണെന്ന് പറഞ്ഞിട്ട് പുസ്തകത്തെ പരിചയപ്പെടുത്തി തന്നു. നല്ല വായനക്കാരനാണെന്ന് തോന്നുന്നു. അദ്ദേഹം പുസ്തകത്തിൻ്റെ കഥയെപ്പറ്റി മറ്റും ഒക്കെ പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ സാഹിത്യവുമായി യാതൊരു ബന്ധവുമില്ല.
ഞാൻ സ്കൂൾ പഠനകാലത്തെ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചതല്ലാതെ, വല്ല ഉപപാഠ പുസ്തകമായിട്ട് വല്ല സാഹിത്യ പുസ്തകം വായിച്ചതല്ലാതെ എനിക്ക് പുസ്തകവുമായി സാഹിത്യവുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ല ഞാൻ വളർന്നത്. പക്ഷെ അദ്ദേഹത്തെ നിരാശനാക്കണ്ട എന്ന് കരുതി ഞാനൊരു പുസ്തകം വാങ്ങാം എന്ന് തീരുമാനിച്ചു. കാരണം അത്രയും മാന്യമായായിരുന്നു അദ്ദേഹം പെരുമാറിയത്. എന്നോട് ആ സമയത്ത് അങ്ങനെ ഒരാൾ പെരുമാറുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു അനുഭവമായിരിക്കും. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പുസ്തകം വാങ്ങാം, അദ്ദേഹത്തെ നിരാശനാക്കണ്ട എന്ന് തീരുമാനിക്കുകയും അദ്ദേഹം കാണിച്ചെന്ന പുസ്തകത്തിലൂടെയൊക്കെ ഒന്ന് കണ്ണോടിച്ചു. എന്നിട്ട് ഞാൻ തിരഞ്ഞെടുത്ത പുസ്തകമാണ് കാലവർഷം. ടി പത്മനാഭൻ എന്ന എഴുത്തുകാരനെ അതിനു മുമ്പ് ഞാൻ കേട്ടിട്ട് പോലുമില്ല. പക്ഷെ ആ പുസ്തകം തിരഞ്ഞെടുക്കാൻ പുറത്ത് മഴ പെയ്യുന്നു. ഈ പുസ്തകത്തിൻ്റെ പേര് കാലവർഷം. മാത്രമല്ല അതിലെ കവറിൽ മഴ പെയ്യുന്ന ചിത്രം, അതിൻ്റെ ബ്ലർബിൽ അവിടെയും മഴ പ്രമേയമാക്കിയ കഥകളുടെ സമാഹാരം എന്നൊക്കെ ബ്ലർബിലുമുണ്ട്. അങ്ങനെ ഞാൻ ആ പുസ്തകം വാങ്ങി വീട്ടിലേക്ക് നടന്നു. ആ സമയത്ത് എന്തോ ഒരു മാറ്റം സംഭവിച്ചതായി എനിക്ക് തോന്നി. ഒരു കുളിർമ, ഒരു ആശ്വാസം. ഞാൻ ആ പുസ്തകവുമായി ബസ്സിൽ കയറി വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു സാഹിത്യ ഗ്രന്ഥം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വീട്ടിലെത്തി ആ പുസ്തകം വായിക്കാൻ ആരംഭിച്ചു. ഞാനൊരു സാഹിത്യ ഗ്രന്ഥം വായിച്ച പരിചയമുള്ള ആളല്ല, എന്നാലും എനിക്ക് ആ അപരിചിതത്വമൊന്നുമില്ലാതെ ഞാൻ ആ പുസ്തകം വായിക്കാൻ ആരംഭിച്ചു. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, അതിൽ ആദ്യത്തെ കഥയുടെ പേര് വനവാസം എന്നായിരുന്നു. അങ്ങനെ ഒന്നാമത്തെ കഥ കഴിഞ്ഞു, രണ്ടാമത്തെ കഥ കഴിഞ്ഞു, മൂന്നാമത്തെയോ നാലാമത്തെയോ കഥ, ആ കഥയുടെ പേര് ശവദാഹം എന്നായിരുന്നു. ആ കഥ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്ഥായിയായ പിരിമുറുക്കം അയഞ്ഞില്ലാതാകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു പോയിരുന്നു. ഞാൻ ബോധപൂർവം കരഞ്ഞതല്ല. ഞാൻ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണുനീര് ആ പുസ്തകത്തിലേക്ക് വീണു. കാരണം ആ കഥയിലെ ശവദാഹം എന്നതിലെ കഥാപാത്രം ഞാൻ തന്നെയായിരുന്നു. എന്നെ പോലെ ഏകാകിത അനുഭവിക്കുന്ന, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന, ഭീതിയും ഭയവും അനുഭവിക്കുന്ന ഒരു കഥാപാത്രം, എൻ്റെ തനി പകർപ്പ്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ 20 വയസ്സുകാരനായ വളരെ ചെറുപ്പക്കാരനാണ്. അതിലെ നായകൻ ഒരു വയോധികനാണ്. അദ്ദേഹത്തിൻ്റെ മുറിവേൽപ്പിക്കുന്ന ഏകാന്തത, അത് വളരെ തന്മയത്വത്തോടുകൂടി വളരെ ലളിതമായ ഭാഷയിൽ ടി പത്മനാഭൻ അവതരിപ്പിച്ചിരിക്കുന്നു. എനിക്കിന്നും അതിലെ ആ കഥകളിലെ ചില ഇമാജിനറി ഒക്കെ ഇന്നും മനസ്സിലുണ്ട്. അതിലെ കഥാനായകൻ വളരെ ഉയർന്ന ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. ആ സമയത്തും അദ്ദേഹം ഏകാഗിയായിരുന്നു. ആരുമായും കൂട്ടുകൂടാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. എല്ലാവരിൽ നിന്നും അകന്നു നിന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗം കാരണം അതൊരു പ്രശ്നമായിട്ട്, ജീവിതത്തിലെ ഒരു പ്രശ്നമായിട്ട് അദ്ദേഹത്തിന് കാര്യമായി അനുഭവപ്പെട്ടില്ല. പിന്നീട് അദ്ദേഹം റിട്ടയർമെൻ്റായി തൻ്റെ കുടുംബ വേരുകളുള്ള ഒരു കുഗ്രാമത്തിൽ വീട് വെച്ച് താമസം ആരംഭിക്കുമ്പോൾ പ്രശ്നം ആരംഭിക്കുകയായി. സാമൂഹികമായ ഒറ്റപ്പെടൽ, എല്ലാവരിൽ നിന്ന് അകന്നു നിൽക്കുക, ആരുമായും കൂട്ടത്തിൽ കൂടാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെ ഏകാന്തത അദ്ദേഹത്തെ വീർപ്പുമുട്ടിക്കുന്നു. ഏകാന്തത പോസിറ്റീവുമാണ്, നെഗറ്റീവുമാണ്. ഒരു കലാകാരനെ സംബന്ധിച്ച്, ഒരു സാഹിത്യകാരനെ സംബന്ധിച്ച്, ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ച് ഏകാന്തത അനിവാര്യമാണ്. അവരുടെ സൃഷ്ടി പ്രക്രിയയിൽ ഏകാന്തത വേണം. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ആവുമ്പോൾ ഈ ഏകാന്തത നെഗറ്റീവാണ്. അത് അവർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം, ഒരുപക്ഷെ പങ്കാളിയിൽ നിന്ന് പോലും. അങ്ങനെ ആ കഥാപാത്രം വീർപ്പുമുട്ടിക്കുന്ന ഏകാന്തതയുമായി ജീവിക്കുകയാണ്. ഒരു രാത്രി അദ്ദേഹം അസ്വാസ്ഥ്യത്തോടു കൂടി പുറത്തേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. രാത്രി, മഴ, ഇടി, ഇങ്ങനെ
അദ്ദേഹത്തിൻ്റെ യാത്ര, അത് എവിടെയൊക്കെയോ ആ തരത്തിലുള്ള യാത്ര ഞാനും ചെയ്തതുപോലെ, ഞാനും അനുഭവിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഭ്രമകൽപ്പനകൾ ഉയർന്ന് അദ്ദേഹം ഒരു ശ്മശാനത്തിൽ എത്തിപ്പെടുകയാണ്. അദ്ദേഹം ശ്മശാനത്തിൽ എത്തിപ്പെട്ടപ്പോൾ അവിടെ ഒരു ചിത ഒരുക്കി വെച്ചിരുന്നു. ആ ചിതയിലേക്ക് അദ്ദേഹം കയറി കിടക്കുകയാണ് ദഹിപ്പിക്കാൻ വേണ്ടി. ആ സമയത്ത് അദ്ദേഹത്തിന് ഭയമല്ല തോന്നുന്നത്, ആശ്വാസമാണ്. അങ്ങനെ ഏകാന്തതയുടെ, വീർപ്പുമുട്ടലിൻ്റെ എല്ലാ തലങ്ങളും വളരെ ഭംഗിയോടുകൂടി അവതരിപ്പിച്ച കഥയാണ് ശവദാഹം. ആ കഥ വായിച്ചതോടുകൂടി എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ നിയോഗം എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നീട് ദീപത്മനാഭൻ്റെ കഥകൾ തേടി പിടിച്ച് വായിക്കലായി. എൻ്റെ ആ സമയത്ത് എൻ്റെ വിനോദമല്ല, അതെൻ്റെ ജീവിതം തന്നെ ആയി മാറി. പിന്നീട് മറ്റു പല സാഹിത്യകാരന്മാരിലേക്കും വന്നു. സാമാന്യം നല്ല വായനക്കാരനായി. വായനയുടെ ഒരു ഉപോൽപ്പന്നം എന്ന രീതിയിൽ എഴുതാനും തുടങ്ങി. ഇന്നും അന്നും എന്നും എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ടി പത്മനാഭനാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എല്ലാം പതിതരായ, അസ്പൃശ്യരായ, അനാഥരായ, ഏകാകികളായ വ്യക്തികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയൊക്കെയുള്ള തലത്തിലുള്ള വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് അത് വായിക്കുമ്പോൾ അതൊരു ദിവ്യ ഔഷധമായി മാറുന്നു, ആശ്വാസമായി മാറുന്നു. സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം വായിക്കുന്ന ആളെ നവീകരിക്കുക, അയാളെ ആശ്വസിപ്പിക്കുക എന്നാണ്. തന്നെ പോലെ താൻ മാത്രമല്ല, ലോകത്ത് വേറെയും ഇത്തരം വികാരങ്ങൾ പേറുന്ന ആളുകളുണ്ട് എന്ന ബോധം വായനക്കാരിൽ വരികയും അത് വളരെ വലിയ അനുഭവമാവുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീലിംഗ് സാഹിത്യത്തിന്, അദ്ദേഹത്തിൻ്റെ രചനയ്ക്ക് നൽകാൻ കഴിയുന്നത് കൊണ്ടാണ് ടി പത്മനാഭൻ കാഥികരുടെ കാഥികനാകുന്നത്, മറ്റുള്ള എഴുത്തുകാരിൽ നിന്ന് വേറിട്ട് നിൽക്കും.